ഇന്ന് ഞാനൊരു വെട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ പരിപ്പ് കഴുകി കുക്കറിനകത്തിലേക്ക് ഇട്ട് അതിലേക്ക് ഈ കാണുന്ന കഷ്ണങ്ങളെല്ലാം തട്ടിക്കൂട്ടുകയാണ്. വെള്ളരിക്ക, പടവലങ്ങ, കോവയ്ക്ക, തക്കാളി, പച്ചമുളക്, പൊട്ടറ്റോ. മുരിങ്ങയ്ക്ക ഇല്ലാഞ്ഞത് കാരണം മുരിങ്ങയ്ക്ക ഇട്ടില്ല, മേടിക്കാൻ മറന്നുപോയി, അത് കാരണം അത് ഇട്ടില്ല. എല്ലാം അരിഞ്ഞ് അതിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഞാൻ കഷ്ണങ്ങൾ അരിയുന്നതിൻ്റെ ഭംഗിയൊന്നും നോക്കിയിട്ടില്ല, ഷേപ്പും നോക്കിയിട്ടില്ല. കുക്കറിൽ കിടന്ന് വേകുന്നത് കാരണം അത് വേകുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊഴിച്ച് മഞ്ഞൾ പൊടി, ഉപ്പ് ഇവ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിനെ സ്റ്റൗവിലേക്ക് വയ്ക്കാം. സ്റ്റൗ ഓണാക്കാം. ഒരു 2 വിസിൽ മതിയാകും. വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്കതിന് വേണ്ടിയ കടുക് വറക്കേണ്ടിയ ചെറിയുള്ളിയൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കണം. അതൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് ഇരുന്ന കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. അതിലേക്ക് ഇനി നമുക്ക് മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചാണ് ഒഴിക്കേണ്ടത്. അതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്കിടാം, ഇഷ്ടമില്ലാത്തവർ അതിന് ഇടണ്ട. അത് കഴിഞ്ഞ് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കായപ്പൊടി ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാനൊരു തവ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന ചെറിയുള്ളി അതിലേക്കിട്ട് നമുക്ക് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതും ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതിന് വേണ്ടിയ മുളക് പൊടി, മല്ലിപ്പൊടി, ഇട്ട് കൊടുത്ത് അതിൻ്റെ ചൂട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം, മണം മാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇഷ്ടപ്പെട്ട സാമ്പാർ റെഡി.